ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ അപ്പോൾ നമ്മളെല്ലാവരും ഒരു മോൺസ്റ്റർ ഫിഷിനെ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. ഒരു അലിഗേറ്റർ കാരനെ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാട്ടോ. നമ്മൾ രണ്ട് ടൈപ്പ് ഉണ്ട്, അലിഗേറ്റർ കാറും സ്പോട്ടഡ് കാറും. അപ്പോൾ ഇതൊക്കെ എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളൊരു വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മുടെ സ്പോട്ടഡ് കാറാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ സ്പേസിൽ ചെറിയ ടാങ്കിലൊക്കെ ചെറിയ അത്യാവശ്യം വലിപ്പമുള്ള ടാങ്കിലിട്ട് വളർത്താൻ പറ്റും കേട്ടോ. അലിഗേറ്റർ കാറാണെങ്കിൽ അതിനനുസരിച്ചുള്ള വലിയ ടാങ്കും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ നമ്മളൊക്കെ എങ്ങനെയൊക്കെ തിരിച്ചറിയാമെന്നുള്ളൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ നമ്മൾ മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്തായാലും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ ആയിട്ട് പോകട്ടോ. അപ്പോൾ ഇതായിട്ട് നമ്മൾ മേലെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് സ്പോട്ടഡ് കാറ്. അതിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും അതിൻ്റെ ചുണ്ടൊക്കെ പറഞ്ഞാൽ ഒരു കൂർത്തിട്ടാണ്ടാവുക. പിന്നെ കാണാൻ തന്നെ അത്യാവശ്യം നല്ല ഭംഗി ഉണ്ടാവും ഈ സ്പോട്ടഡ് കാറ്. ഇത് കാരണം നമുക്ക് ചെറിയ ചെറിയ ടാങ്കിലൊക്കെ ഇട്ട് വളർത്താൻ പറ്റുക തന്നെ കേട്ടോ. ഇത് ഓവർ സൈസ് ആവില്ല, ഒരു ഏവറേജ് സൈസൊക്കെ ആവട്ടത്. പിന്നെ നമ്മൾ വാങ്ങുമ്പോൾ എന്തായാലും ഒരു 7 ഇഞ്ച് 6 ഇഞ്ചുള്ള സൈസുള്ളിട്ട് വാങ്ങുള്ളൂ. എന്തായാലും അതിന് അത്യാവശ്യം പൈസ കുറവാണ് വരിക. നമ്മൾ എന്തായാലും എന്തായാലും വാങ്ങാൻ പോകില്ല. ഇത് ചെറുതിനല്ല കേട്ടോ. നമ്മൾ ചെറുതായിട്ട് നമ്മൾ വാങ്ങി വളർത്താൻ നോക്കുകയാണെങ്കിൽ ഇതാ ഈ മേലെ കണ്ട ഈ ഫോട്ടോത്തിലുള്ള നോക്കിയാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ അലിഗേറ്റർ കാറിന് അത്ര വലുപ്പം വെക്കില്ല. ഇത് നിങ്ങൾക്ക് ചെറിയൊരു സ്പേസിൽ മോൺസ്റ്റർ ഫിഷിനെ വളർത്താന്നുണ്ടെങ്കിൽ ഈ സ്പോട്ടഡ് കാറ് മതിയാവും കേട്ടോ. നമുക്ക് അലിഗേറ്റർ കാറിൻ്റെയിലേക്ക് പോട്ടോ എങ്ങനെ തിരിച്ചറിയാന്നുള്ളത്. അപ്പോൾ ഇതാ ഈ ടൈപ്പിൽ കാണുന്നൊക്കെ അലിഗേറ്റർ കാർ കേട്ടോ. ഈ മേലുള്ള കണ്ടില്ലേ കുറച്ചൊരു മഞ്ഞ കളറുണ്ട്. ഇതാ അടിയുള്ള രണ്ടാമത്തെ കണ്ടില്ലേ മൂന്നാമത്തെ, ഇതൊക്കെ അലിഗേറ്റർ കാറാട്ടോ. ഇതിന് ചുണ്ട് പറഞ്ഞ് കണ്ടില്ല, നേരത്തെ പറഞ്ഞാൽ കൂർത്തിട്ടുള്ള ചുണ്ടാണ്. ഇതിൻ്റെ പറഞ്ഞാൽ കുറച്ച് കൂർപ്പല്ല, കുറച്ചും കൊണ്ട് ചെറിയ ചുണ്ടായിട്ട് വരും കേട്ടോ. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒരു 7 ഇഞ്ച് 6 ഇഞ്ച് സൈസുള്ള കേട്ടോ ഞാൻ കാണിക്കുന്നത്. പിന്നെ ഈ അലിഗേറ്റർ കാർ പറഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞാൽ ഇതിൻ്റെ ചെറുപ്പത്തിൽ എടുത്ത് വളർത്താൻ നല്ല സുഖമാണ്. ചെറിയ ചെറിയ ചിക്കൻ്റെ പീസ് കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി. പിന്നെ ഇത് വലുതായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ. ഇത് പറഞ്ഞാൽ ഓവർ വലിയ സൈസും ആവും ചെയ്യും, വലിയ ടാങ്കും വേണ്ടി വരും. പിന്നെ പറഞ്ഞാൽ ഇതിന് അതിന് ഫുഡും കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങാം കേട്ടോ. ഇതിൻ്റെ ഈ അലിഗേറ്റർ കാർ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് വലുതാവണതിനനുസരിച്ച് അതിന് ഫുഡും അതിനനുസരിച്ച് മാറ്റേണ്ടി വരും കേട്ടോ. നമുക്കിപ്പോൾ വലുതായി കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഫുഡും ഒക്കെ കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എടുക്കാം. പിന്നെ പറഞ്ഞാൽ ഇതിനിപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ കുറച്ച് വലുതാക്കി വളർത്താൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ തോട്ടിൽ പുഴയിലൊന്നും ഇടാതിരിക്കട്ടോ. അങ്ങനെ ഇടുകയാണെങ്കിൽ അതിലുള്ള മീനുകളൊക്കെ ഇവർ തിന്ന് തീർക്കും കേട്ടോ. അപ്പോൾ പിന്നെ പറഞ്ഞാൽ വേറെ മീൻ പറഞ്ഞാൽ ഉണ്ടാവാൻ ചാൻസ് കുറവാകും കേട്ടോ. ഇത് നല്ല ഫീഡ് എടുക്കുകയും ചെയ്യും, വേറെ മീൻ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് കുറവാകും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തിരിക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ ഉള്ള അലിഗേറ്റർ കാർ കേട്ടോ. ഇത് ഞാനിപ്പോൾ വാങ്ങിയിട്ട് പറഞ്ഞാൽ ഒരു 2 മാസമായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ അത്യാവശ്യം സൈസ് ആയിട്ടുണ്ട്. ഞാൻ ചിക്കനൊക്കെയാണ് ഫീഡ് ചെയ്യുന്നത് കേട്ടോ. ചിക്കൻ ചെറിയ പീസൊക്കെയാണ് ഫീഡ് ചെയ്യുന്നത്. പിന്നെ പറഞ്ഞാൽ ചിക്കൻ്റെ പീസ് പിന്നെ കോഴിൻ്റെ ലിവറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഫീഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ നിങ്ങൾ അലിഗേറ്റർ കാരൻ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നോക്കി വാങ്ങാം കേട്ടോ. സ്പോട്ടഡ് കാറിന് വാങ്ങിയാൽ നിങ്ങൾക്ക് ഓവർ വലുപ്പം നോക്കല്ലോ, നിങ്ങൾക്ക് സുഖമായിട്ട് വളർത്താം. അലിഗേറ്റർ കാറാണെങ്കിൽ വലിയ സൈസായി വളർത്താൻ നല്ല ഇഷ്ടമാണെങ്കിൽ അലിഗേറ്റർ കാറുണ്ട്. ടാങ്ക് അതിനനുസരിച്ച് സെറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ സ്പോട്ടഡ് കാർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞാൽ അലിഗേറ്റർ കാറിനാണ് വാങ്ങിയത്. ഇത് പറഞ്ഞാൽ ഒരു 8 ഇഞ്ച് ആയിട്ടുണ്ട്, 8 ഇഞ്ച് 9 ഇഞ്ച് ആയിട്ടുണ്ട്. ഞാൻ എടുക്കുമ്പോൾ പറഞ്ഞാൽ 7 ഇഞ്ച് തേനു ഇപ്പോൾ ഒരു 8 ഇഞ്ച് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ ചിക്കന് പിന്നെ കോഴിൻ്റെ ലിവർ അങ്ങനെയൊക്കെ ആയിട്ട് ഫീഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഇനി വലുതായി കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഫീഡുകൾ മാറ്റേണ്ടി വരും. ഇത് കുറച്ചും കൂടി സൈസായി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ മീനിനൊക്കെ ഫീഡ് ചെയ്യാം കേട്ടോ. ചെറിയ ഗപ്പിനെ നമുക്ക് ഫീഡ് ചെയ്യാം കേട്ടോ. ചെറിയ ഗപ്പിനൊക്കെ നമുക്ക് വേണമെങ്കിൽ ഫീഡ് ചെയ്യാം. പിന്നെ പറഞ്ഞാൽ കുറച്ചും കൂടി വലുപ്പം വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഫുഡ് മാറ്റേണ്ടി വരും. അതാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ എനിക്കിപ്പോൾ ടാങ്കൊക്കെ സെറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ഉറപ്പുണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ അലിഗേറ്റർ കാറിന് വാങ്ങി. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉറപ്പാണെങ്കിൽ മാത്രം അലിഗേറ്റർ കാറിന് വാങ്ങാം കേട്ടോ. ഇതാണ് എൻ്റെ അലിഗേറ്റർ കാർ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.